ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ചെമ്മീൻ ചോറുണ്ടാക്കിയാലോ? കുറേ നാളിന് ശേഷം ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ആദ്യം തന്നെ. ഇനി അതിലേക്ക് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം അത് മാറ്റി വെക്കണം. പൊടികളൊക്കെ എത്ര ഇട്ടത് എന്നുള്ളത് ഞാൻ താഴെ എഴുതിയിടാം കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ചധികം കറിവേപ്പില ഇടുക. കറിവേപ്പിലയുടെ മണം നല്ലതല്ലേ. അതിനുശേഷം ചെമ്മീനും മുഴുവൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ആദ്യം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ, ചെമ്മീൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർക്കണം. നെയ്യ് ചേർത്തതിന് ശേഷം ഏലക്കായ, ഗ്രാമ്പു, സിന്നമൺ സ്റ്റിക്ക് അതൊന്നും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബേ ലീവ്സ്, ഫെന്നൽ സീഡ്സ് ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റണം. അത് ഒന്ന് കളറ് മാറുക മാത്രം ചെയ്താൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. എന്നിട്ട് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഇടുക. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കണം അത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 4 ഗ്ലാസ് അരിഞ്ഞായ ജീരകശാല അരി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അരിയിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് അരി എടുത്തെന്ന് പറഞ്ഞല്ലോ. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്നോ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെമ്മീൻ കഴുകിയപ്പോൾ മാറ്റി വെച്ച ചെമ്മീൻ്റെ തലയുണ്ടല്ലോ, അത് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണവും ഒക്കെ ഉണ്ടാവും, ചെമ്മീൻ്റെ മണം കിട്ടും. അതിനുശേഷം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടാൽ മതി. ഞാനിപ്പം പുതിനയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി തിളച്ചതിന് ശേഷം 2 ചെറുനാരങ്ങ അതിലേക്ക് ചേർക്കണം. ചോറിപ്പം 1/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിന് 1/4 ഭാഗത്തോളം ചെമ്മീൻ ഇതിലേക്ക് ചോറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. ഇനി ചോറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗരം മസാല കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും പുതിന ഇലയും കൂടി ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനില്ലേ, അതും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീനൊക്കെ നന്നായി ചോറിൻ്റെ മേലെ ഒന്ന് ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് ദമ്മിടുക വേണ്ടത്. ഞാനിവിടെ പഴയൊരു ദോശക്കല്ലെടുത്ത് അത് ചൂടാക്കിയതിന് ശേഷം 15 മിനിറ്റ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.